നമസ്കാരം. കണ്ട ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ആദ്യം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. തുടർ ചികിത്സയും വിശ്രമവും വേണമെന്ന് മെഡിക്കൽ ബോർഡ്. സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി തള്ളി DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. സ്വപ്ന സുരേഷിനെ പാർപ്പിച്ച എല്ലാ ജയിലുകളിലെയും കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് ജയിൽ DGP. ജയിൽ വകുപ്പിന്റെ കണ്ടെത്തലുകൾ തള്ളി സ്വപ്നയുടെ അഭിഭാഷകൻ. സ്വപ്നയെയും സരിത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ED. ഡോക്ടേഴ്സിന്റെ രാജ്യവ്യാപക സമരത്തിൽ വളഞ്ഞ് ജനം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ OP സേവനങ്ങൾ നിലച്ചു. ആയുർവേദ ഡോക്ടേഴ്സിന് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയതിന് എതിരെയാണ് IMAയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പണിമുടക്ക്. കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പ്രധാനമന്ത്രി. കേന്ദ്ര കൃഷിമന്ത്രി നൽകുന്ന വിശദീകരണം കർഷകർ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. രാജ്യവ്യാപക കർഷക പ്രക്ഷോഭം 16-ാം ദിവസം. കൂടുതൽ ദേശീയപാതകൾ ഉപരോധിക്കാനൊരുങ്ങി കർഷക സംഘടനകൾ. ഗാസിപൂർ അതിർത്തിയിൽ നിന്ന് കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക്. സ്പീക്കർക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. സ്പീക്കർ ജനത്തിന്റെ പണം ധൂർത്തടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മുൻകൂർ പണം നൽകിയത് അഴിമതി. VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉയർന്ന ആരോപണം സ്പീക്കർക്കും ബാധകം. സ്വർണ്ണക്കടത്ത് പ്രതികളുമായി സ്പീക്കർ കടുത്ത ബന്ധമെന്ന് BJP. വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയതിൽ വ്യക്തിവിരോധം തീർക്കുകയാണെന്ന് A വിജയരാഘവൻ. ബാർക്കോഴി ആരോപണത്തിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ. മുൻ മന്ത്രിമാരായ VS ശിവകുമാർ, K ബാബു എന്നിവർക്കെതിരായ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യത്തിലാണ് ഗവർണറുടെ നടപടി. വിജിലൻസ് IG H വെങ്കടേഷ് രാജ്ഭവനിലെത്തി കേസ് വിവരം ഗവർണറെ ധരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് തടയാൻ നടപടി വേണമെന്ന് ഹൈക്കോടതി. വോട്ടേഴ്സിന് പോലീസ് സുരക്ഷ ഒരുക്കണം. പ്രശ്നബാധിതമല്ലാത്ത ബൂത്തുകളിലും ആവശ്യമെങ്കിൽ CCTV സ്ഥാപിക്കണമെന്നും ഹൈക്കോടതി. വയനാട് പനമരത്ത് പോസ്റ്റൽ ബാലറ്റിൽ തിരിമറിയെന്ന് പരാതി. മന്ത്രി AC മൊയ്തീൻ വോട്ട് ചെയ്തതിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 മണിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. മന്ത്രിയുടെ വോട്ട് റദ്ദാക്കണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുമെന്ന് കോൺഗ്രസ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ അറിയിച്ചില്ലെന്നും ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും VK ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ. കേസിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും ജാമ്യം നൽകിയാൽ VK ഇബ്രാഹിം കുഞ്ഞ് അന്വേഷണം അട്ടിമറിക്കുമെന്നും സർക്കാർ കോടതിയിൽ. ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഭാരം കുറയ്ക്കാൻ നടപടികൾ. പൊതുപരീക്ഷകൾക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ചോദ്യങ്ങൾ ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാകുമെന്ന് വിദ്യാർത്ഥികളെ നേരത്തെ അറിയിക്കും. സിലബസ് വെട്ടിക്കുറയ്ക്കേണ്ടെന്നും കരിക്കുലം കമ്മിറ്റി. രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ JK ലോൺ ആശുപത്രിയിൽ വീണ്ടും കൂട്ട ശിശുമരണം. 24 മണിക്കൂറിടെ 9 നവജാത ശിശുക്കൾ മരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പശ്ചിമ ബംഗാളിൽ BJP അധ്യക്ഷന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടുത്ത നടപടികളിലേക്ക്. ബംഗാൾ DGPയോടും ചീഫ് സെക്രട്ടറിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. ദേശീയ വാർത്തകൾ. കോവിഡ് പ്രതിരോധത്തിനുള്ള ഫൈസർ വാക്സിന് അമേരിക്കയും അനുമതി നൽകിയേക്കും. ഫൈസറിന് അടിയന്തര അനുമതി നൽകാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോട് മുതിർന്ന ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി. 23-അംഗ പാനൽ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വീണ്ടും കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 29,398 പുതിയ പോസിറ്റീവ് കേസുകളും 414 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗം ബാധിച്ചവരുടെ എണ്ണം 98 ലക്ഷത്തിലേക്ക്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഡൽഹിയിലുണ്ടായ ആക്രമണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് പങ്കുണ്ടെന്ന് CPIM റിപ്പോർട്ട്. CPIM നിയോഗിച്ച വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശ്രീനഗറിൽ വീണ്ടും സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ച് ഭീകരരുടെ ആക്രമണം. CRPF ജവാന്മാർക്ക് നേരെ ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തി. സംഭവം ശ്രീനഗറിലെ ദുർബാഗ്. കർഷക സമരത്തെ പ്രതിരോധിക്കുന്ന പോലീസ് സേനയിലും കോവിഡ് ബാധ. കോവിഡ് സ്ഥിരീകരിച്ചത് സിംഗൂർ അതിർത്തിയിൽ തമ്പടിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക്. 2 IPS ഉദ്യോഗസ്ഥരെ ആശുപത്രിയിലേക്ക് മാറ്റി.
ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ ക്വാറി ജീവനക്കാരെ നക്സലുകൾ തട്ടിക്കൊണ്ടുപോയി. 3 ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അന്വേഷണം ശക്തമാക്കി പോലീസ്. വായുമലിനീകരണ വിഷയത്തിൽ ഡൽഹി മെട്രോ, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെ 8 സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പൊടി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് സെക്രട്ടറി പ്രശാന്ത് ഭാർഗവ. മലിനീകരണം തടയാൻ സ്ഥാപന മേധാവിമാർ നേരിട്ട് ഇടപെടണമെന്ന് നിർദ്ദേശം. കോവിഡ് പ്രതിസന്ധി മൂലം നഷ്ടമായ ഇന്റേൺഷിപ്പ് പഠനം പൂർത്തിയാക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് 2 മാസം അധിക സമയം അനുവദിച്ചു. അടുത്ത വർഷം മെയ് 31-ാം തീയതി വരെ ഇന്റേൺഷിപ്പ് തുടരാം. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം നൽകണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിലേക്ക് 19-20 തീയതികളിൽ പശ്ചിമ ബംഗാൾ സന്ദർശിക്കും. ആഭ്യന്തരമന്ത്രിയുടെ ബംഗാൾ സന്ദർശനം പാർട്ടി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാം. പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണറോട് റിപ്പോർട്ട് തേടിയ കേന്ദ്ര നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. ബി.ജെ.പി. ദേശീയ അധ്യക്ഷന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയത്. ഡൽഹിയിൽ കുടുംബ കലഹത്തെ തുടർന്ന് IT എഞ്ചിനീയർ ജീവനൊടുക്കി. പശ്ചിമ ബംഗാൾ നിവാസിയായ ഉദയാണ് മരിച്ചത്. കുടുംബാംഗങ്ങളുമായി വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് സ്വയം കത്തികൊണ്ട് കുത്തി ജീവനൊടുക്കുകയായിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനുമതിയില്ലാതെ കോവിഡ് ബാധിച്ചവരെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രി സീൽ ചെയ്തു. നടപടി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടേത്. ആരോഗ്യവകുപ്പിന്റെ പിന്നിൽ പരിശോധനയിലാണ് 13 കോവിഡ് ബാധിതരെ ഇവിടെ ചികിത്സിക്കുന്ന വിവരം അറിയുന്നത്. തെലങ്കാനയിൽ 612 പേർക്ക് കൂടി കോവിഡ്. 3 പേർ കൂടി മരിച്ചു. ആകെ മരണം 1485. 502 പേർക്ക് രോഗമുക്തി. നോയിഡയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. നോയിഡ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഓവുചാലിൽ നിന്നാണ് 32 വയസ്സ് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെടുത്തത്. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. കാലാവസ്ഥാ വ്യതിയാനം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. USA-യിൽ 25%, യൂറോപ്പിൽ 22%, ചൈനയിൽ 13% ബഹിർഗമനമാണുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഇത് 3% മാത്രമാണെന്നും പരിസ്ഥിതി മന്ത്രി. കർഷക പ്രക്ഷോഭ വിഷയത്തിൽ നിരസിച്ച അവാർഡ് തിരികെ സ്വീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച ശാസ്ത്രജ്ഞൻ. നിലപാട് വ്യക്തമാക്കിയത് ഡോക്ടർ വരീന്ദർപാൽ സിംഗ്. തന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കരുതെന്നും വരീന്ദർപാൽ സിംഗ്. നടൻ സുശാന്ത് സിംഗിന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ മയക്കുമരുന്ന് കടത്തുകാരനായ പ്രതിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. വിധി മുംബൈയിലെ പ്രത്യേക NDPS കോടതിയുടേത്. ഒളിവിലായിരുന്ന പ്രതി റീജൽ മഹാഗലിനെ ഈ മാസം 9-നാണ് പിടികൂടിയത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഭീഷണിയെ തുടർന്നാണ് അടിയന്തര യോഗം. യോഗത്തിൽ 15 ജില്ലകളിലെ കളക്ടർമാർ പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഡോക്ടറുടെ പക്കൽ നിന്ന് 30,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഹണി ട്രാപ്പ് റാക്കറ്റിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റാക്കറ്റിലെ മറ്റ് 4 അംഗങ്ങൾക്കായി തെരച്ചിൽ തുടങ്ങിയതായി ജോയിന്റ് പോലീസ് കമ്മീഷണർ ദിലാബ് ജ ചൌധരി അറിയിച്ചു. രാജ്യത്താദ്യം കോവിഡ് വാക്സിൻ ലഭ്യമാകുന്നവരുടെ പട്ടികയിൽ 50,000 സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരും CISF, BSF, CRPF ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ആദ്യഘട്ട പട്ടികയിൽ പരിഗണന. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വെല്ലുവിളിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ്. ഭീഷണി. BJP ദേശീയ അധ്യക്ഷന്റെ വാഹന വ്യൂഹത്തിന് നേരെ പശ്ചിമബംഗാളിൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ ആക്രമണത്തിന് പകരം ചോദിക്കുമെന്നും പ്രതികാരം ചെയ്യുമെന്നും ദിലീപ് ഘോഷ്. ഡൽഹിയിൽ യുവതി സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. സംഭവം നടന്നത് ബുദ്ധ ജയന്തി പാർക്കിൽ വെച്ച്. യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസ്. ചടങ്ങിൽ പങ്കെടുക്കാത്തത് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗുലാം നബി ആസാദിനും അധിർ രഞ്ജൻ ചൌധരിക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഈ മാസം 14 മുതൽ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച ഹരിയാന സർക്കാർ. 9 മുതൽ +2 വരെയുള്ള ക്ലാസുകൾ പുനരാരംഭിക്കും. സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊണ്ടുവരണം. നോയിഡയിൽ അഴുക്കുചാലിലേക്ക് കാർ മറിഞ്ഞ് 3 മരണം. 2 പേർക്ക് പരിക്ക്. കുൽദീപ് സത്യ, വീർ സിംഗ് പ്രീത് എന്നിവരാണ് മരിച്ചത്. അന്തർദേശീയ വാർത്ത. യൂറോപ്യൻ യൂണിയനുമായി ബ്രെക്സിറ്റ് വ്യാപാര കരാറിൽ എത്താതിരിക്കാനുള്ള ശക്തമായ സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന്
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. വ്യാപാര കരാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യവുമായി ജനങ്ങൾ പൊരുത്തപ്പെടണം. യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും 2020 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രഖ്യാപനം ടൈംസിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ. തായ്ലൻഡിൽ രാജവാഴ്ചയെ വിമർശിക്കുന്ന നിരോധിച്ച നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുന്നു. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി തെരുവിലിറങ്ങി. പ്രതികരിച്ചാൽ ജയിലിലടയ്ക്കുന്ന നിയമം രാജ്യത്ത് അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. ബൊളീവിയയിൽ ക്രിസ്മസ് വിപണി സജീവം. മാസ്ക് ധരിച്ച ഉണ്ണിയേശുയുടെ രൂപമാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനം സർക്കാരിന് അശ്രദ്ധ കൊണ്ടാണെന്ന് അന്വേഷണ കമ്മീഷൻ. പ്രധാനമന്ത്രി ഹസൻ തൈബിനും മുൻ മന്ത്രിമാർക്കെതിരെയും കേസെടുത്തു. 200 പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ബ്രിട്ടനിൽ 10,000-ഓളം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. 73 ആശുപത്രികളിലാണ് വാക്സിനേഷൻ നൽകുന്നത്. ഇസ്രായേലുമായി നയതന്ത്ര സഹകരണം ആരംഭിക്കാനൊരുക്കി മൊറോക്കോ. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടികൾക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. 4 മാസത്തിനിടെ ഇസ്രായേലുമായി കരാറുണ്ടാക്കുന്ന 4ാമത്തെ അറബ് രാജ്യമാണ് മൊറോക്കോ. പുതിയ തിമിംഗല വർഗത്തെ കണ്ടെത്തി ഗവേഷക സംഘം. മെക്സിക്കോയിലാണ് പുതിയ തിമിംഗല വർഗത്തെ കണ്ടെത്തിയത്. ഫ്രാൻസിൽ ഡിസംബർ 15ഓടെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകാൻ തീരുമാനം. രാത്രികാലങ്ങളിൽ കർഫ്യൂ തുടരും. സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉടൻ തുറക്കില്ലെന്ന് ഫ്രഞ്ച് സർക്കാർ. കോവിഡ് വാക്സിന് നികുതി ഉണ്ടാകില്ലെന്ന് സ്പെയിൻ. കോവിഡ് പരിശോധനയ്ക്ക് ഇനി മുതൽ നികുതി നൽകേണ്ടെന്ന് മന്ത്രിസഭാ തീരുമാനം. 2022 വരെയാണ് നികുതി ഇളവുകൾ. ആളുകളുടെ മുഖത്തോട് രൂപസാദൃശ്യമുള്ള മാസ്കുകൾ നിർമ്മിച്ച് ടോക്കിയോയിലെ സ്ഥാപനം കമിന്യ ഒമോട്ട് എന്ന മാസ്ക് ഷോപ്പാണ് മനുഷ്യരുടെ മുഖത്തിന് സമാനമായ മാസ്കുകൾ നിർമ്മിച്ച് വിപണിയിൽ ശ്രദ്ധ നേടുന്നത്. ഗൂഗിൾ എത്തിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീമിന് നേതൃത്വം നൽകുന്ന ടാംനിറ്റ് ഗഗ്ബിനെ പുറത്താക്കിയതിൽ മാപ്പ് പറഞ്ഞ് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ. കറുത്തവർഗക്കാരിയായ ഹെബ്രുവിനെ പുറത്താക്കിയത് വർണ്ണവിവേചനമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഗൂഗിൾ ജീവനക്കാർക്ക് അയച്ച മെയിലാണ് സുന്ദർ പിച്ചായ് മാപ്പ് പറഞ്ഞത്. തുർക്കിയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി യൂറോപ്യൻ യൂണിയൻ. മെഡിറ്ററേനിയൻ വിഷയത്തിൽ ഗ്രീസുമായി ഉണ്ടായിരുന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ആൺകുട്ടി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി ചൈനയിൽ നിന്നുള്ള റെൻ കെയു. 221.03 സെന്റിമീറ്ററാണ് റെന്നിന്റെ ഉയരം. ചൈനയിലെ സിജുവാൻ സ്വദേശിയാണ് റെൻ. ശൈത്യോത്സവത്തിനൊരുങ്ങി വടക്കിഴക്കൻ ചൈന. ചൈനയിലെ ഹാർബിനിലാണ് പ്രശസ്തമായ ശൈത്യോത്സവം നടക്കുക. സോങ്കുവ നദിയിൽ നിന്നെടുക്കുന്ന വലിയ ഹിമപാളികൾ കൊണ്ടൊരുക്കുന്ന മഞ്ഞുവീടുകളും വണ്ടർലാൻഡുമാണ് പ്രധാന ആകർഷണം. സഞ്ചാരികളെ വരവേറ്റ ഫിലിപ്പൈൻസിലെ ക്രിസ്മസ് ബാർ. കോവിഡ് വ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സഞ്ചാരികൾ പാർക്കുകളിലേക്ക് കൂട്ടമായി എത്തുന്നത്. ഒരാഴ്ചക്കുള്ളിൽ വാക്സിൻ വിതരണം ചെയ്യാനൊരുങ്ങി ഫ്ലോറിഡ. 1,79,400 ഫൈസർ വാക്സിനുകൾ വിതരണം ചെയ്യും. ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാവുക ആരോഗ്യ പ്രവർത്തകർക്കും കിടപ്പ് രോഗികൾക്കും. ചൈനീസ് ദേശീയ പതാകയെ അപമാനിച്ചുവെന്ന കേസിൽ ഹോങ്കോങ് സ്വദേശിക്കെതിരെ കുറ്റം ചുമത്തി. ടോണി ചെങ് എന്ന 19കാരനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. സ്പോർട്സ്. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ AC മിലാന് ജയം. സ്പാർട്ട പ്രാഗിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മിലാന് വേണ്ടി 23-ാം മിനിറ്റിൽ ജെൻസ് പെറ്റർഹോഗ് ഗോൾ നേടി. ISL-ൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FC മത്സരം ഗോൾ രഹിത സമനിലയിൽ. ISL-ൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് FC നേരിടും. വിജയപാതയിൽ തിരിച്ചെത്താൻ ATK മോഹൻ ബഗാൻ. സമനില കുരുക്കുമാറ്റാൻ ഹൈദരാബാദ്. മത്സരം രാത്രി 7:30 ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ. 88ാമത് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും പ്രവേശനം. പ്രതിദിന സന്ദർശകരുടെ എണ്ണം 1000-ൽ താഴെ മാത്രമാക്കും. ഈ മാസം ഡിസംബർ 30, 31, 1 തീയതികളിൽ വെർച്വൽ സാധ്യത ഉപയോഗിച്ച് തീർത്ഥാടനം നടത്താനും യോഗത്തിൽ തീരുമാനം.
കൊല്ലം പത്തനാപുരത്ത് മകന്റെ കല്ലറയ്ക്ക് സമീപം സ്വയം ചിതയൊരുക്കി പിതാവ് ആത്മഹത്യ ചെയ്തു. മരിച്ചത് പത്തനാപുരം പിടവൂർ സ്വദേശി രാഘവൻ നായർ. പൊള്ളലേറ്റ് 2 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലത്ത് കാർ തട്ടിയെടുത്ത ശേഷം വ്യാജരേഖയുണ്ടാക്കി പണയം വെച്ച ആളെ പിടികൂടി. അറസ്റ്റിലായത് ഇരവിപുരം സ്വദേശി ഷുഹൈബ്. പണ്ടകച്ചാൽ സ്വദേശി അൻസാരിയുടെ കാറാണ് തട്ടിയെടുത്തത്. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. ഓട്ടോറിക്ഷയുടെ ഒരു വശം പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ പുളിക്കീഴ് പോലീസ് കേസെടുത്തു. ആലപ്പുഴ ജില്ലയിൽ യുവാക്കളെ ആക്രമിച്ച് സ്വർണവും ഫോണും കവർന്നതായി പരാതി. അമ്പലപ്പുഴ സ്വദേശി അജേഷിനെയും സുഹൃത്തുക്കളെയുമാണ് ഒരു സംഘം ആക്രമിച്ചത്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. ആലപ്പുഴ കായംകുളം സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ അക്ഷയ് ചന്ദ്രനെ കാപ്പ ചുമത്തി നാട് കടത്തി. പ്രദേശത്തെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ്. ആലപ്പുഴ ബൈപ്പാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സന്ദർശിച്ചു. ഡിസംബർ അവസാനമോ ജനുവരിയിലോ ബൈപ്പാസ് തുറക്കാൻ സാധ്യത. കളർക്കോട് കൊമ്മാടി ജംഗ്ഷനുകളുടെ വികസനം 10 ദിവസത്തിനകം പൂർത്തിയാക്കും. വോട്ടിംഗിനിടെ കോട്ടയം നഗരത്തിൽ 2 സംഘർഷം. ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലും മൂലവട്ടം അമൃത സ്കൂളിലെ ബൂത്തിലുമാണ് സംഘർഷമുണ്ടായത്. 2 പോലീസ് ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ 2 ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളയാൾ 2ാമത്തെ ബൂത്തിലും വോട്ട് ചെയ്യാനെത്തി അറസ്റ്റിലായി. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഈരാറ്റുപേട്ട പുളിക്കിച്ചാലിൽ സുലൈമാനാണ് അറസ്റ്റിലായത്. ഇയാളെ പിന്നീട് വിട്ടയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ഇടുക്കി ജില്ലയിൽ 10 കൌണ്ടിംഗ് കേന്ദ്രങ്ങൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ എന്നിവയ്ക്കാണ് 10 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, കട്ടപ്പന എന്നിവിടങ്ങളിൽ നഗരസഭകളുടെ വോട്ടെണ്ണൽ നടക്കും. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് പനക്കുട്ടി സ്വദേശി ഏലിയാസ്. ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സ തേടിയ ഏലിയാസിന്റെ അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കി കമ്പംമേട്ടിൽ 17 വയസ്സുകാരൻ ഉൾപ്പെടെ കഞ്ചാവുമായി എത്തിയ 4 പേർ പോലീസിന്റെ പിടിയിൽ. 2 ബൈക്കുകളിലായി കടത്താൻ ശ്രമിച്ചത് 3 കിലോ കഞ്ചാവ്. എറണാകുളം സ്വദേശി ആദർശ് ഷാജി, അടിമാലി സ്വദേശി സബീർ റഹ്മാൻ, വെളത്തൂവൽ സ്വദേശി വിനീത് സലീം എന്നിവരെയാണ് പിടികൂടിയത്. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറ മേഖലയിൽ മാലിന്യ ഭീഷണി. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ മാലിന്യ പദ്ധതിയുടെ മുൻപിലാണ് വൻതോതിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. ഇടുക്കിയിൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിവാഹിതനായ യുവാവ് അറസ്റ്റിൽ. ഉപ്പത്തറ 9 ഏക്കർ പുത്തൻ വീട്ടിൽ അജിത് അശോകൻ അറസ്റ്റിലായി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. ലോക്ഡൌൺ കാലം മുതലാണ് പീഡനശ്രമം തുടങ്ങിയതെന്ന് കുട്ടിയുടെ മൊഴി. എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്തിൽ റീപോളിംഗ് ആവശ്യപ്പെട്ട് 2020 കോടതിയിലേക്ക്. 7ാം വാർഡിൽ UDF-ഉം LDF-ഉം 2 ബൂത്തുകൾ പിടിച്ചെടുത്തെന്ന ആരോപണം. മർദ്ദനമേറ്റ 2020 പ്രവർത്തകൻ ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ ചാവക്കാട് പുത്തൻകടപ്പുറത്ത് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പുത്തൻകടപ്പുറം വലിയപുരക്കൽ സലാവുദ്ദീനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്നതിന് വ്യക്തമായ സുരക്ഷിതത്വം വേണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ MP വിൻസെന്റ്. വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ വെച്ച് സുതാര്യമാക്കണമെന്നും ആവശ്യം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വ്യാജമദ്യം പിടികൂടി. പരിശോധനയിൽ കണ്ടെത്തിയ 165 ലിറ്റർ മദ്യം എക്സൈസ് നശിപ്പിച്ചു. സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. പാലക്കാട് ജില്ലയിലെ പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണത്തിലൂടെ വോട്ടെടുപ്പ് നടന്നു. 89 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണം ഏർപ്പെടുത്തി. മാവോയിസ്റ്റ് സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു നടപടി. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 10 വരെ നീട്ടി. 2021 ഇഷ്യൂ ചെയ്തതും 2022 വരെ കാലാവധിയുള്ളതുമായ പാസ്പോർട്ടുള്ളവർക്ക് ഹജ്ജിന് അപേക്ഷിക്കാം. ഇതുവരെ 4545 ഓൺലൈൻ അപേക്ഷകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സുന്നി യുവജന സംഘം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സമരസംഗമം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ റാലി കളക്ടറുടെ വസതിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. ഡൽഹിയിൽ മലയാളി കോവിഡ് ബാധിച്ച് മരിച്ചത് കോഴിക്കോട് സ്വദേശി ജെയിംസ്. ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം.
തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നാളെ വൈകിട്ട് 6 മുതൽ ഈ മാസം 14 വരെ സമ്പൂർണ്ണ മദ്യനിരോധനം. വോട്ടെണ്ണൽ ദിനമായ 16-നും ജില്ലയിൽ മദ്യനിരോധനമായിരിക്കും. കോഴിക്കോട് ജില്ലയിൽ ചീട്ടുകളിക്കിടെ 13-അംഗ സംഘം അറസ്റ്റിൽ. ഇവരിൽ നിന്നും 59,670 രൂപ പിടികൂടി. നടപടി ഊർജിതമാക്കുമെന്ന് പോലീസ്. ഡോക്ടേഴ്സ് പണിമുടക്കിൽ വലഞ്ഞ് വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ രോഗികൾ. IMAയുടെ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പണിമുടക്ക്. 500-ലധികം രോഗികളാണ് ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ ആശുപത്രിയിലെത്തി മടങ്ങിയത്. വയനാട് മുത്തങ്ങയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തിരുവമ്പാടി സ്വദേശി ഹാബിദ്, കൂടരഞ്ഞി സ്വദേശി സ്വാലിഹ് എന്നിവർ അറസ്റ്റ്. വയനാട്ടിൽ മുള്ളംപന്നിയെ കൊന്ന് ഇറച്ചി കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. ലക്കിടി സ്വദേശികളായ MB ഷരീഫ്, CN അജി എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ആരംഭിച്ചു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾ, കണ്ണൂർ കോർപ്പറേഷൻ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 8 നഗരസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ആണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടവർക്കുള്ള പരിശീലന ക്ലാസ് രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ തുടങ്ങി. പരിശീലന പരിപാടിയിൽ ഇതുവരെ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും പുതുതായി നിയമന ഉത്തരവ് ലഭിച്ച ഉദ്യോഗസ്ഥർക്കുമാണ് ക്ലാസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ പ്രചാരണത്തിന്റെ കലാശക്കുട്ട് ഒഴിവാക്കാൻ തീരുമാനം. കോവിഡ് രോഗവ്യാപന സാധ്യത ഒഴിവാക്കുന്നതിനാണ് നടപടി. കണ്ണൂർ ആയിപ്പുഴയിൽ അലക്കുന്നതിനിടെ കാലുതെറ്റി കുഴിയിൽ വീണ വീട്ടമ്മയെ സമീപത്തുള്ള കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. വീട്ടമ്മ കിണറ്റിലേക്ക് പതിച്ചത് മണ്ണിനടിയിലുള്ള ഗുഹയിലൂടെ. സംസ്ഥാന സർക്കാരിന്റെ K-ഫോൺ പദ്ധതി അടുത്ത മാസം മുതൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ പ്രവൃത്തി 99% പൂർത്തിയായി. ഡിസംബർ 13-ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പരപ്പ റൂട്ടിൽ പ്രത്യേക KSRTC സർവീസ് ഉണ്ടായിരിക്കും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാരുടെ സൗകര്യത്തിനാണ് പ്രത്യേക സർവീസ്. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, ബദിയടുക്ക ടൗണുകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മാർച്ച്. കാസർഗോഡ് അതിർത്തി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 3 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പാവൂർ സ്വദേശി രാജേഷ്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ തീയതികൾ പ്രസിദ്ധീകരിച്ചെന്ന് പ്രചാരണം വ്യാജം. മാർച്ച് 15-ന് പരീക്ഷ ആരംഭിക്കുമെന്ന CBSEയുടെ സർക്കുലർ സഹിതമാണ് വ്യാജ പ്രചാരണം. കോവിഡ് സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സ് 1 വർഷത്തേക്ക് സൗജന്യ സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നതായി പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നെറ്റ്ഫ്ലിക്സ് 1 വർഷത്തേക്ക് സൗജന്യമായി സബ്സ്ക്രിപ്ഷൻ അനുവദിക്കുന്നുവെന്നും പരിമിതമായ സമയത്തിനുള്ളിൽ ഈ സേവനം ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്നുമുള്ള തരത്തിലാണ് ട്വിറ്ററിലൂടെ വ്യാജ സന്ദേശം പ്രചരിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പലരും ഇത് വിശ്വസിക്കുകയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു ഓഫർ നെറ്റ്ഫ്ലിക്സ് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. നെറ്റ്ഫ്ലിക്സിന്റെ ഉപഭോക്താക്കൾക്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും അടുത്തിടെ ലഭിച്ചിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ പ്രതിനിധികളെന്ന വ്യാജേനയായിരുന്നു പലർക്കും സന്ദേശം ലഭിച്ചത്. എന്നാൽ നെറ്റ്ഫ്ലിക്സിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ ഓഫറുകളും സന്ദേശങ്ങളുമെല്ലാം നെറ്റ്ഫ്ലിക്സ് തന്നെ നിരസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത് റഷ്യയിൽ 28,585 പേർക്ക് കൂടി കോവിഡ്. 611 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ രാജ്യത്ത് ചികിത്സയുള്ളത് 4,91,000-ലധികം പേർ. വാക്സിനുകൾ എത്താൻ വൈകുമെന്ന് പ്രസ്താവന ഇറക്കി സനോഫി, GSK എന്നീ മരുന്ന് കമ്പനികൾ. 2021 അവസാനം വരെ വാക്സിൻ ലഭ്യമാകില്ലെന്ന് കമ്പനി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർഷക വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. പെട്രോൾ, ഗ്യാസ് വില വർധനയിലൂടെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന അതേ നയമാണ് കേരളത്തിലും പിന്തുടരുന്നതെന്നും ആരോപണം. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയ്ക്ക് കോവിഡ്. വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയാണെന്ന് മുഖ്യമന്ത്രി. 24 2 വർഷത്തിന്റെ നിറവിൽ